ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഒക്ടോബർ മന്ത് റീഡിംഗ് എടുക്കാം. ഓക്കെ, ഒക്ടോബർ ആയി ആൻഡ് എനിവേ ഇത് മൺഡേയും ആണ് ആൻഡ് 2 ദിവസത്തിൽ ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒക്ടോബർ റീഡിംഗ് ചെയ്യാം. മന്ത്ലി റീഡിംഗ് നമ്മൾ എടുക്കാറുള്ളത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഈ ഒരു മാസം എന്തൊക്കെയാണ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് നമുക്ക് നോക്കാം. അതിന് ടീ ലീഫ് ടാരോ നമ്മളെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കിട്ടാറുണ്ട് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ച് നോക്കാം ആദ്യം. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചതാണ്. എനിക്ക് ഇത് ഇത്രേ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ടീ ലീഫിൽ നിന്ന് എടുക്കാം. ആൻഡ് ആദ്യം നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും എന്നറിയാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഈ മന്ത് എന്തായിരിക്കും മെയിൻ ഫോക്കസ്, നിങ്ങളുടെ ഏത് കാര്യങ്ങളിലേക്കായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരു സെപ്പറേറ്റ് കാർഡ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ലൈഫിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്? ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ആദ്യം ഓക്കെ ഒരു 2-3 കാർഡ്സ് എടുക്കാം. ഓക്കെ, ഹാപ്പിനെസ്, വെൽത്ത്, മാരേജ്. ഓക്കെ, ഈ മാസം സ്നേഹത്തിനധികം കാണാനല്ലേ. ഓക്കെ, പക്ഷെ നേരെ മാരേജ് ആണ്. ഓക്കെ, ശരി. നിങ്ങളുടെ മെയിൻ ഫോക്കസ്, അതായത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ഈ മാസത്തിൽ നിങ്ങളുടെ സ്വന്തം ഹാപ്പിനെസ്, ഓക്കെ, നിങ്ങൾക്ക് സന്തോഷമാവണം എന്ന രീതിയിൽ നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാം. അതിലേക്കായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ. ആൻഡ് വെൽത്തിന് വേണ്ടിയുള്ള ഫോക്കസും ഉണ്ടാവും. നിങ്ങളുടെ ജോലി കരിയറിനെ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമായിരിക്കാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ പെർസ്യൂ ചെയ്യുമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അതിലേക്കും കോൺസെൻട്രേഷൻ കൊടുക്കും. ആൻഡ് ചിലവർക്ക് ഇവിടെ നിങ്ങൾ മാരേജ് വേണം എന്ന രീതിക്ക് നിങ്ങൾ ആലോചന നടക്കുന്നുണ്ടാവാം. സോ അതിലേക്ക് ഫോക്കസ് കാണുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ സിംഗിൾ ആയാലും ശരി, ലൈക്ക് ഡൈവേഴ്സി അല്ലെങ്കിൽ വിഡോ അങ്ങനെ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ മേ ബി ചിലവർ മാരേജിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ അതിലേക്കും ഈ മാസം കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഇത് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്, കിട്ടില്ല അല്ലെങ്കിൽ. ഓക്കെ, ഇത് സ്പേസ് പോവൻ്റെ സാരല്ലേ അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ആദ്യത്തെ കാര്യം ഡോഗ് ക്ലോസ് അപ്പ്. ഓക്കെ, വെഡ്ജ്. ഓക്കെ, ബേർഡ് ഫ്ലൈയിങ്, ഹാമോക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഡയമണ്ട്, വെരി നൈസ്. ഇത് ആദ്യത്തെ ഒരു 15 ഡേയ്സിൻ്റെ കാര്യമായിട്ട് നമുക്ക് പറയാം. കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. ടോട്ടോയ്സ് ഒന്നുകൂടി, എത്ര എടുത്തു ഞാൻ എനിക്കെന്നറിയില്ല. ഓക്കെ, 7 എന്ന കണക്കിലെടുക്കാം. ഓക്കെ, സിസേഴ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് 15 ഡേയ്സിൻ്റെ കൂടി ഞാൻ എടുത്തു വെച്ചിട്ട് പറയാം. ഓക്കെ, ആർച്ച്വേ, goldfish, bell, and desk, broken bridge. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെച്ച അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കാൻ പാടാണ്. കാണുന്നില്ലേ? ഓക്കെ, 6 എടുത്തുള്ളൂ. ഒന്നുകൂടെ എടുത്തേക്കാട്ടോ. സോറി, എടുത്തപ്പോൾ 2 വന്നു. ഇരുന്നോട്ടെ. ഓക്കെ ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ഒരു 15 ദിവസത്തേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഡോഗ് ക്ലോസപ്പ് ആണ്. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട്,
നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന്. ഐ തിങ്ക് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് വല്ല യാത്ര പോകാൻ, അല്ലെങ്കിൽ ജസ്റ്റ് മീറ്റ് ചെയ്യാൻ, സെലിബ്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും. ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യം കാണുന്നുണ്ട്. അത് ഒരു ക്ലോസ് ഫ്രണ്ടിനോടാവാം, അല്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ലോയൽ ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടാവും. അതിപ്പോൾ റിലേഷൻഷിപ്സും ആവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, മേ ബി അങ്ങനെയാവാം. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ്, നല്ല ഫ്രണ്ട്ഷിപ്സ്. ഓക്കെ, അതിലൊരു ഒരു ഫ്രണ്ടുമായിട്ട് ഐ തിങ്ക് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ചിലപ്പോൾ എന്തെങ്കിലും പുറത്തു പോവുക, കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ someone is trying to come between you and a friend or something you want. ഓക്കെ, ഇവിടെ ഒരു വെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ നമ്മളൊരു സാധനം കൊണ്ട് ഇടില്ലേ, അങ്ങനെയാണ് പറയുക. സോ ഇവിടെ വാതിലിൻ്റെ ഇടയിൽ നമ്മളൊരു തടസ്സം വെക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ടുമായിട്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുന്ന ഒരു കാര്യത്തിൽ തടസ്സം ആരോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അത് എല്ലാവർക്കും ഇതെല്ലാം മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ചിലവർക്ക് ചിലത് മാച്ച് ആവും. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മേ ബി ആ ഫ്രണ്ടുമായിട്ട് തന്നെ ചിലപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലോ, ജലസ് ഉള്ളവരോ ആരെങ്കിലും ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ചിലവർക്ക് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ അതിലാരെങ്കിലും തടസ്സപ്പെടുത്താൻ, ഒന്നും വേണ്ട, ജസ്റ്റ് അവരെ ജലസി കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, അവരെ കണ്ണുതട്ടലായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ന്യൂസ് ഇസ് ഓൺ ദ വേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ന്യൂസ് വരുന്നതായിട്ട് പറയാം. അത് വളരെ ഹാപ്പി ന്യൂസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഫ്ലൈയിങ് ആണ്, ബേർഡ് ഫ്ലൈയിങ് എന്ന രീതിയിലാണ് നിങ്ങൾക്കൊരു ന്യൂസ് വരുന്നു. സോ ദൂരത്തു നിന്നാണ് വരുന്നത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് വളരെ ദൂരത്ത് നിന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ വളരെ ടൈമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത ഏതെങ്കിലും കാര്യമായിരിക്കാം, അതിൻ്റെ ഒരു ന്യൂസ് ആയിരിക്കാം. പേഴ്സൻ്റെ മെസ്സേജ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവർക്ക് നിങ്ങൾക്ക് പേഴ്സൻ്റെ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ജോലിയുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവ് എന്തെങ്കിലും മെസ്സേജസ്, അബ്രോഡിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജസ്, ചിലപ്പോൾ ദൂരെയുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും മെസ്സേജ് വരാനുള്ള സാധ്യത എന്ന് പറയാം. ന്യൂസ് എന്നാണ് പറയുന്നത്. സോ മെസ്സേജ് മാത്രമല്ല, ഇതൊരു വിവരം അറിയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു വിവരം അറിയുന്ന പോലെ. സോ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലിയുടെയൊക്കെ കാര്യത്തിൻ്റെ വല്ല അപ്രൂവൽ വന്നു, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ, ഓഫർ ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ, ഓക്കെ, അങ്ങനെ വല്ലതൊക്കെ ന്യൂസ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഫ്ലൈയിങ് എന്ന് പറയുമ്പോൾ മെയിൻലി എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ദൂരെ എന്നാണ്. സോ അബ്രോഡ് നിന്നായിരിക്കാം. ഓക്കെ, അതായത് ദൂരത്തു നിന്നായിരിക്കാം. ഓക്കെ, അങ്ങനെ പറയാം, ദൂരത്തു നിന്നായിരിക്കാം നിങ്ങൾക്കൊരു ജോലി വലുതും കിട്ടി മാറിപ്പോകാനുള്ള സാധ്യത, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു വിവരം വരും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ന്യൂസ് വരുന്നുണ്ട് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെക്കുറിച്ചൊരു വിവരം കിട്ടുന്നതായിരിക്കാം. ഓക്കെ, വളരെ കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവരം ഇല്ല എന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും അങ്ങനത്തെ ഒരു വിവരം വല്ലതും അറിയാം. ടേക്കിംഗ് എ വെക്കേഷൻ ഉണ്ട്, ഫിസിക്കലി ഓർ മെൻ്റലി. ആക്ച്വലി നിങ്ങളോട് പറയുന്നത് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. മേ ബി ഇവിടെ എന്താണോ മെയിൻ ഫോക്കസ് എനിക്കിവിടെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതിൽ മെയിൻ ഫോക്കസ് കരിയറല്ല, റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങൾ, ബന്ധങ്ങളുടെ കാര്യങ്ങളാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, ബന്ധങ്ങളാവാം, റിലേഷൻ നമ്മുടെ ഫാമിലി ബന്ധങ്ങളാവാം, ഫ്രണ്ട്സ് എന്ന രീതിക്കാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് ഈ ഒരു ഫസ്റ്റ് 15 ഡേയ്സിൻ്റെ ഫോക്കസ് കാണുന്നത് എനിക്ക്. നിങ്ങളോട് പറയുന്നുണ്ട് ലേശം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇവിടെ പോലെ ലീവ് വല്ലതും വരുന്നുണ്ടോ അറിയില്ല, നവരാത്രിയോ അല്ലേ, നവരാത്രി വരും തോന്നുന്നു. സോ അതിൻ്റെ വല്ല ലീവ് വരുമ്പോൾ നിങ്ങൾ യാത്രയോ വെക്കേഷനോ മേ ബി ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം, ഒരു യാത്ര പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്, വെക്കേഷൻ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെ എനിക്ക് അത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനും പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് കുറച്ച് മെൻ്റലി ഓൾസോ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തോ നിങ്ങൾ സ്ട്രെസ് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെനിക്കിവിടെ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും കാണാനില്ല. മേ ബി നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിൽ ജസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഇതായിട്ട് കാണുന്നില്ല. ഓക്കെ, യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. യെസ്, അഗൈൻ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ബന്ധങ്ങളുടെ കാര്യമാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മാരേജ്, ഹാപ്പിനെസ് എന്ന രീതി അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ 15 ദിവസത്തെ. ഇവിടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി കമ്മിറ്റ്മെൻറ്റ്, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക പ്രപ്പോസൽസ് ആ രീതിക്കൊക്കെ എടുക്കാം. സോ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. മേ ബി ഫ്രണ്ട് ഗിഫ്റ്റ് തരാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് എവിടെന്നെങ്കിലും വരാം, അങ്ങനെയൊക്കെ ആയിരിക്കാം.
ഫാമിലിയിൽ നിന്നും ആയാലും ശരി. ഓക്കെ, ഇവിടെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന പോലെ പറയുന്നുണ്ട്. വളരെ പ്രഷ്യസ് ഗിഫ്റ്റ് ആണെന്ന് പറയുന്നത്. ഡയമണ്ട് ആണ് അല്ലേ, അപ്പോൾ പ്രഷ്യസ് തന്നെയാണ് എന്തായാലും. ആൻഡ് ഇവിടെ സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് അഹെഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് സിസേഴ്സ് ഉണ്ട്. ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ആണ് എനർജി. അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മെയിൻ ഫോക്കസ് ഇവിടെ പറയുമ്പോൾ എനിക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാണ്. നിങ്ങളുടെ സന്തോഷം എന്നെടുത്തോളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മാരേജ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നല്ലത് വരുന്നുണ്ട്, നല്ലതും ഉണ്ട് ഇവിടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ടെൻഷനും കാണുന്നുണ്ട്. സ്ലോലി ആൻഡ് ഷുവർലി യു വിൽ ഗെറ്റ് അഹെഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് വരുന്നുണ്ടാവും. ഓക്കെ, ജോലി ഓഫർ വല്ലതും കിട്ടുന്നുണ്ടാവും. ബട്ട് എല്ലാം കുറച്ച് സ്ലോ ആണ്. ഓക്കെ, കുറച്ച് സ്ലോ മൂവ്മെൻ്റ് ആണ് ഇവിടെ. ഓക്കെ, ഫാസ്റ്റ് അല്ല. എനിക്ക് കാര്യങ്ങൾ നടക്കും, പക്ഷേ കുറച്ച് സ്ലോ ആണ്. തടസ്സങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചില തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അത് പക്ഷേ ആരുടെയോ കണ്ണുതട്ടലായിരിക്കാം. എനിക്ക് ആരുടെയോ അസൂയ കൊണ്ട് വല്ലവരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും, റിലേഷനായാലും നിങ്ങളുടെ ലൈഫിൽ ജനറൽ പറയുമ്പോഴും. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ്. ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ. നിങ്ങൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കൂല. ഓക്കെ, നിങ്ങൾ മേ ബി വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് പോകാൻ സാധിക്കില്ല എന്നായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മെസ്സേജ് മേ ബി നിങ്ങൾ പ്രതീക്ഷിച്ച മെസ്സേജ് ആയിരിക്കില്ല. അങ്ങനെയാവാം. മേ ബി ഫ്രണ്ട്സുമായിട്ടൊന്ന് അകലുമ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നതായിട്ട്. സോ എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആണ് എനിക്ക് കാണുന്നത്. ആദ്യത്തെ 15 ദിവസം നല്ലതുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം കുറച്ച് ഒരു വിഷമങ്ങളുള്ളതായിട്ടും കാണുന്നുണ്ട്. എല്ലാം കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടെ ഫ്രണ്ടിൻ്റെ ആയിട്ട് പ്രശ്നങ്ങൾ വരാമെന്ന് പറയുന്നുണ്ട്. ന്യൂസ് വരും എന്ന് പറയുന്നുണ്ട്. വെക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഗിഫ്റ്റാണ്, പക്ഷെ സ്ലോ മൂവിങ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും എന്നും പറയുന്നത്. മേ ബി കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങൾ വിചാരിച്ച പോലെ പോകുന്നുണ്ടാവില്ല, അതിൻ്റെ വിഷമമായിരിക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. സെക്കൻഡ് 15 ഡേയ്സ് നോക്കാനിപ്പോൾ അടുത്ത അറ്റ്ലീസ്റ്റ്. ഓക്കെ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അടുത്ത 15 ഡേയ്സ് ന്യൂ പോസിബിലിറ്റീസ് ആൻഡ് പാത്സ്. ഓക്കെ, ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് അനൗൺസ്മെന്റ്. ഓക്കെ ഗുഡ്. ഞാൻ ഒരുവിധം ഓക്കെ അല്ലേ നോക്കിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് ആദ്യത്തെ ആ ഒരു 15 ദിവസം നിങ്ങളൊന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും നിങ്ങളുടെ എനർജി. ഇപ്പം നമ്മുടെ 2-ാം തീയതിയോ 3-ാം തീയതിയോ മറ്റേ ഇത് വരുന്നുണ്ട്, അമാവാസി വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു സോളാർ എക്ലിപ്സ് എന്തോ പറയുന്നത് കേട്ടു, അതും ഉണ്ട് തോന്നുന്നു. പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ട്. 10-10 പോർട്ടൽ വരുന്നുണ്ട് ഒക്ടോബറിലെ. 10-10 പോർട്ടൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എനർജീസ് ആയിരിക്കാം. എനിക്ക് എനർജീസ് നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എനർജി, യൂണിവേഴ്സൽ എനർജീസ് നമ്മളെയും കൂടെ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു അപ്പ് ആൻഡ് ഡൗൺ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വളരെ ഒരു എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ആദ്യത്തെ 15 ദിവസം അറ്റ്ലീസ്റ്റ്. അത് കഴിയുമ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 10-10 കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി കുറച്ച് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. മേ ബി ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതിൽ ഡിലേ ഉണ്ടാവും. ഓക്കെ, അതിൽ ഡിലേ തടസ്സങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് ഐ തിങ്ക് അതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കും. പക്ഷെ പിന്നീട് ഒക്ടോബർ 15 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലത് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഗോൾഡ് ഫിഷ് ഉണ്ട്. അഗെയിൻ ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് രണ്ടും ഉണ്ട്. നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടും വെൽത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ, നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചിലവർക്ക് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. കുറെ കൂടി നിങ്ങൾ സ്പിരിച്വൽ ആവുക, യൂണിവേഴ്സിനോട് അടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നല്ലത് വരുന്നുണ്ട്. എനിവേ ആദ്യത്തെ 15 ഡേയ്സ് ഐ തിങ്ക് ലേശം അപ്പ് ആൻഡ് ഡൗൺ ആണ്. ബട്ട് അത് കഴിയുമ്പോൾ ഓക്കെ ആവും. ആൻഡ് ഇവിടെ അനൗൺസ്മെൻറ്റ്, നല്ലൊരു അനൗൺസ്മെൻ്റ് ആണ് വരുന്നത്. അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മേ ബി ചിലവർക്ക് മാരേജ് ഫിക്സ് ആവാം. എനിക്ക് മാരേജ് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് എൻഗേജ്മെൻറ്റ് അനൗൺസ് ചെയ്യാം, മാരേജ് അനൗൺസ് ചെയ്യാം. അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആൻഡ് ഇവിടെ വർക്ക് അച്ചീവ്മെൻറ്റ് സക്സസ്. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഇങ്ങനെ തടസ്സങ്ങൾ വരുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും ഡിലേ വരുമ്പോഴും സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോഴും നമ്മളിടുന്ന എഫേർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസി. ആൻഡ് എങ്ങനെയാണ് ഉറുമ്പ് എന്ന് പറയുമ്പോൾ അവർ ഒന്ന് കൂട്ടായ്മയോടെ വർക്ക് ചെയ്യും, അതൊരു കാര്യം. അതുമാത്രമല്ല അവർ നിർത്താതെ എഫേർട്ട് ഇടും. കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കുറച്ച് നേരം അത് നോക്കിയിരുന്നാൽ മതി. വളരെ ഇൻസ്പയറിംഗ് ആണ് നമുക്ക് ശരിക്കും. അത് കാണുന്ന തന്നെ ഒരു ഇൻസ്പിറേഷനാണ്. എങ്ങനെയാണ് അവർ ഒരാൾ ഒരു സാധനം എടുക്കും, അടുത്ത ആൾക്ക് പാസ് ചെയ്യും, അടുത്ത ആൾക്ക് കൊടുക്കും, എങ്ങനെ അവർ അവിടെ വരെ കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ചു വരും.
വീണ്ടും ഒന്നെടുക്കും, വീണ്ടും കൊണ്ടുപോയി വെക്കും. എത്ര എഫേർട്ടാണ് അവരിടുന്നത് നോക്കൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ എഫേർട്ട് ഇടുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഡെസ്ക് ഉണ്ട്. പേ അറ്റൻഷൻ ടു യുവർ വർക്ക്. യെസ്, അതാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചിലത് നടക്കാതിരിക്കുമായിരിക്കും, ചില ഡിലേസ് വരുമായിരിക്കും. പക്ഷേ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ വർക്കിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജോലികൾ, നിങ്ങളുടെ കടമകൾ, അതിപ്പോൾ വീട്ടിലായാലും ജോലിയിലായാലും ഒക്കെ പഠിക്കാനായാലും ഓക്കെ, നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം. ആൻഡ് ഇവിടെ ബ്രോക്കൺ ബ്രിഡ്ജ്, അൺസക്സസ്ഫുൾ ഔട്ട്കം ടു എ പ്രോബ്ലം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ തടസ്സങ്ങൾ ഫേസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് പോവില്ല. ഓക്കെ, അങ്ങനെയും കാണുന്നുണ്ട്. സക്സസ് ഇവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, ചിലത് നടക്കും, ചിലത് നടക്കില്ല. എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പല കാര്യങ്ങളിലും ശ്രമിക്കുന്നുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു മാരേജ്, ഒന്ന് വെൽത്ത് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി രണ്ടും കൂടി നടക്കില്ല എന്നെടുക്കാം. നിങ്ങൾ വിചാരിച്ച പോലെ ചിലപ്പോൾ മാരേജിൻ്റെ കാര്യം ശരിയായി എന്ന് വരില്ല. അല്ലെങ്കിൽ കാരണം ഇവിടെ സക്സസ് ഇൻ മെറ്റീരിയൽ ആണ് കാണുന്നത്. ബട്ട് ഇവിടെ അനൗൺസ്മെൻറ്റും ഉണ്ട്. സോ ഐ തിങ്ക് നമ്മൾ പറയില്ലേ, ചിലത് നിങ്ങൾ വിചാരിച്ച പോലെ നടക്കും, ചിലത് വിചാരിച്ച പോലെ നടക്കില്ല. ഓക്കെ, ബട്ട് അത് ആലോചിച്ചിട്ട് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. ഓക്കെ, ഡിസപ്പോയിൻ്റ് ആവണ്ട. ഓക്കെ, ചിലത് നടക്കുന്നതിന് യൂണിവേഴ്സിനോട് നിങ്ങൾ ആ ബ്ലെസ്സിങ്ങിന് താങ്ക്സ് പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടി, ഓക്കെ അത്രയെങ്കിലും നടന്നല്ലോ, താങ്ക് യു ഗോഡ് എന്ന് പറയാം. ഓക്കെ, ചിലത് ഡിലേ ഉണ്ട്, ചിലത് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ നടക്കുന്നില്ല. ഓക്കെ, അതിനെ അങ്ങോട്ട് നമ്മൾ പറയാം, ഓക്കെ ഇതും നടന്നോളും, സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിച്ച പോലെ ചില ഔട്ട്കം വരണം എന്നുമില്ല, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ മാൻ ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. യെസ്, ഐ തിങ്ക് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ഫോക്കസ്, നിങ്ങൾക്ക് മാരേജ്, ലൈഫ്, റിലേഷൻഷിപ്സ് എന്ന രീതിയിൽ ഐ തിങ്ക് വളരെയധികം ഫോക്കസ് നിങ്ങളുടെ അങ്ങോട്ടാണ്. നിങ്ങൾക്ക് ഒരു ലവിങ് ഇമോഷണൽ ഫാമിലി വേണം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാൻ വേണം എന്ന രീതിക്കൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കും. എനിവേ, ഓക്കെ, നമ്മുടെ ഫോക്കസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ നിങ്ങളുടെ സന്തോഷം, ഓക്കെ, നിങ്ങൾക്ക് ഒരു ലവിങ് റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ ഓൾഡർ മാൻ എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ഇത് നിങ്ങളുടെ പാരൻസിനെ കുറിച്ചായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ, പാരൻസിൻ്റെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ കൺസേണോ ഉണ്ടാവാം. ചിലവർക്ക് ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഓൾഡർ പേഴ്സണുമായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പേഴ്സൺ കുറച്ചുകൂടി ഓൾഡർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നല്ല പ്രായം വ്യത്യാസമാണ് ഉദ്ദേശിക്കുക. 2 വയസ്സ് 3 വയസ്സിൻ്റെ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 8-10 വയസ്സിൻ്റെ 6-7 വയസ്സിന് മേലെ എന്ന് പറയാം നമുക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 8-10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ള ആൾക്കാർ. ഓക്കെ, സോ അവരുമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടാവാം. ചിലവർക്ക് ജസ്റ്റ് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മാരേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ ഓക്കെ, വേറെ ഏതെങ്കിലും പേഴ്സണുമായിട്ട് ചില ഡീലിങ്സ് വരുന്ന കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞു ഓൾറെഡി, മേ ബി നിങ്ങൾ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ കുറച്ചുകൂടി പ്രായം കൂടുതലുള്ള ആളായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഫാമിലി സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ജനറലി എനിക്ക് ആദ്യത്തെ 15 days ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. ഓക്കെ, ഒരു ദിവസം സന്തോഷം അനുഭവിച്ചാൽ ഐ തിങ്ക് നെക്സ്റ്റ് ഡേ നിങ്ങൾ ലേശം സാഡായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചിലപ്പോൾ ഒക്ടോബറിൽ ചിലത് നടക്കും. ഓക്കെ, നിങ്ങൾ പ്ലാനിങ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. ഓക്കെ, ചിലതിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ്, തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയാണ്. അതിപ്പോൾ ഏതൊക്കെയായിരിക്കും എന്ന്, റിലേഷനിലാണോ അതോ വെൽത്തിൻ്റെ കരിയറിൻ്റെ കാര്യത്തിലാണോ എന്നറിയില്ല. ചില കാര്യങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് വരും. ബട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ നിർത്തരുത് ഒരിക്കലും. ഓക്കെ, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, എപ്പോഴും എല്ലാം പോസിറ്റീവ് ആവണമെന്നില്ലല്ലോ അല്ലേ, ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ അഫക്റ്റ് ചെയ്യാൻ വിടരുത് നിങ്ങൾ. ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചിലത് എന്തായാലും ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലവർക്ക് ഓഫർ വരാനുള്ള സാധ്യതയുണ്ട്, ചിലവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, ചിലവർക്ക് മാരേജ് പ്രപ്പോസൽ ശരിയാവാനുള്ള സാധ്യതയാണ്. സോ ആൻഡ് ഇത് നിങ്ങൾ കാണുന്ന മെജോറിറ്റി എല്ലാവർക്കും ഇത് മാച്ച് ആവട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. സോ ഇതിൽ തടസ്സങ്ങൾ ചെറുതായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും, അതുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, എല്ലാം നല്ലത് വരട്ടെ, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമുക്ക് കുറച്ച് ഒറക്കൽ മെസ്സേജസ് കൂടെ എടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്താ നോക്കാം. മ്യൂസിക് ഞാൻ തലതിരിച്ച് പിടിച്ചിരിക്കാം. ഓക്കെ,
lost and found, inspiration, precious time. Okay, ഒരു കാർഡ് കൂടി, celebration. Yes, go outside. ഓക്കെ, നിങ്ങളോട് മെയിൻലി ഒരു കാര്യം ആദ്യം തന്നെ പറയുന്നുണ്ട്, മ്യൂസിക്. ലിസൺ കെയർഫുള്ളി ഫോർ ദർ മേ ബി എ മെസ്സേജ് ഇൻ ദ മ്യൂസിക് യു ഹിയർ. മ്യൂസിക് ക്യാൻ ലിഫ്റ്റ് യുവർ സോൾ. ഓക്കെ, മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നല്ല പാട്ടുകൾ കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, സാഡ് സോങ്സ് കേൾക്കണ്ട. ഓക്കെ, കുറച്ച് നിങ്ങൾ ഡാൻസ് കളിപ്പിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുക, കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ളത് കേൾക്കുക. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കേൾക്കുന്ന ചില സോങ്സ് പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില സോങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് തരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വല്ല സോങ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സാധ്യതയാണ്. മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മ്യൂസിക് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് തരുമെന്ന് പറയാം. ഓക്കെ, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉണ്ട് ഇവിടെ. What was once lost is about to be found thanks to the lost and found fairy. Sometimes she can help us find things we have never even realized we love. Okay, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഡൗട്ട് ഇതായിട്ട് നിങ്ങൾക്ക് ദൂരത്തുനിന്നൊരു മെസ്സേജ് വരുന്നു എന്ന് പറഞ്ഞത്, അത് ചിലപ്പോൾ നിങ്ങൾ കണക്ഷൻ വിട്ടുപോയ ആരെങ്കിലും വ്യക്തികളായിരിക്കാം. എനിക്ക് അവരുമായിട്ട് വീണ്ടും കണക്ട് ആവും എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതായിരിക്കാം. എന്തോ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ്, അതായത് നിങ്ങൾ കളഞ്ഞു പോയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. ചിലപ്പോൾ മനസ്സമാധാനമായിരിക്കാം. അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. സോ മനസ്സമാധാനമായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം തിരിച്ചു കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, ജോലി പോയതാണെങ്കിൽ ജോലി വേറെ കിട്ടും. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വീണ്ടും അത് തിരിച്ചു വരാം എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്നു എന്നാണ്. സോ ഒരേ കാര്യമായിരിക്കാം, ലൈക്ക് ജോലി, നിങ്ങൾ ഏത് ജോലിയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ ജോലി തന്നെ നിങ്ങൾ തിരിച്ചെടുക്കാനുള്ള സാധ്യത എന്ന് പറയാം. അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ വേറെ എന്തെങ്കിലും വരുന്നു എന്നുമായിരിക്കാം. ചിലപ്പോൾ വേറെ ഏതെങ്കിലും കുറേ ആയിട്ട് നമ്മൾ കോൺടാക്ട് ഇല്ലാത്ത ആരെങ്കിലും പാസ്റ്റ് നിന്ന് ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാം, പഴയ ആൾക്കാരാരെങ്കിലും. സോ അങ്ങനെ വലുതുമായിരിക്കും. നിങ്ങൾ കുറേ ആയിട്ട് ലൈക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസ്പിറേഷൻ, be prepared and you will soon receive a visit from the fairy of inspiration. Come dusk or dawn she can call. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടും, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇൻസ്പിറേഷൻ കിട്ടും. ഓക്കെ, അതിന് ആ ഫെയറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മോട്ടിവേഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു പെട്ടെന്ന് ഐഡിയാസ് വരാം. എനിക്ക് ചിലപ്പോൾ വല്ല ഐഡിയ വരിക, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ഞാനിത് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിക്ക് നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് തോന്നുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ചിലപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പ്രഷ്യസ് ടൈം, ദ ഫെയറി ഓഫ് ടൈം വാണ്ട്സ് യു ടു എക്സ്പീരിയൻസ് എവറി മൊമെന്റ് ഫുള്ളി ആൻഡ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ പ്രഷ്യസ് ടൈം. ബി മൈൻഡ്ഫുൾ നോട്ട് ടു വേസ്റ്റ് അതേഴ്സ് ടൈം ഈതർ. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മൊമെന്റ്, ഇപ്പോൾ കിട്ടുന്ന സമയം, ഓക്കെ, അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് സമയം വേസ്റ്റ് ചെയ്യരുത് എന്നാണ്. നമ്മൾ വെറുതെ ലൈക്ക് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ സമയങ്ങൾ കളയരുത് എന്നാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങൾ അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് വല്ലതുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക, വല്ലതും നല്ല ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് വേറെ എന്തെങ്കിലും അറിവുകൾ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുക. കേട്ടോണ്ടെങ്കിലും ഇരിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ, കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നോളജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എപ്പോഴും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. Celebration, get ready to let your hair down and celebrate. It's time to go out and dance and play. An invitation could be on the way. നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാനുള്ള മീൻസ് എന്തെങ്കിലും നല്ല ടൈം എൻജോയ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം. എനിക്ക് റിലേഷൻഷിപ്സിലാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ പേഴ്സണുമായിട്ട് നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു മാരേജ് അനൗൺസ്മെൻറ്റ് വരാം. ഓക്കെ, നിങ്ങൾ മാരേജ് ഫിക്സ് ആവാം. ചിലവർക്ക് അറ്റ്ലീസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് തരാം നിങ്ങളുടെ പേഴ്സൺ. എൻഗേജ്മെൻറ്റ് അനൗൺസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം, നല്ലൊരു സമയം നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്യാം, അങ്ങനെയും പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, ഒക്ടോബർ മന്ത് ഇസ് എ ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, സാരമില്ല, ശരിയാവും, എല്ലാം ശരിയാവും. ഓക്കെ, നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.